ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് 657/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി സ്റ്റോൺ എന്നുള്ളൊരു പോർഷൻ ഡിസ്കസ് ചെയ്തായിരുന്നു, അത് MCQ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഏത് പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്? ബ്രിക്സ് എന്നുള്ള പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രിക്കിൻ്റെ IS കോഡ് മിക്കവാറും ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ബ്രിക്കിൻ്റെ IS കോഡ് എത്രയാണ്? IS 1077/1992 ആണ് ബ്രിക്കിൻ്റെ IS കോഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാനുള്ള ടോപ്പിക്സ് അവിടെ ഇട്ടേക്കുന്നത്. ഇനി അടുത്തത്, ഇനി ഈ ഒരു സ്ലൈഡിൽ നിന്ന് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത്. ഓക്കെ, ആ ബ്രിക്ക് ഉണ്ടാക്കാനുള്ള ആ ഒരു ഒരു എർത്തിൽ നമ്മൾ മോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതാണ് ഗുഡ് ബ്രിക്ക് എർത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് നമ്മൾ ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കുഴയ്ക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ ഒരു കോഡുണ്ട്, SALIM. ഒരാളുടെ പേര് സലിം എന്നൊരു പേര് ഓർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഓർഡറിൽ നമുക്ക് ആ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ള ആരാണ്, നെക്സ്റ്റ് ആരാണ്, അങ്ങനെ ഒരു കോഡിൽ കിട്ടും. ഓക്കെ, ഇപ്പം സിലിക്ക എന്ന് പറയുമ്പോൾ എത്ര വരും? 50 to 60% അതിലെന്താണ്? സിലിക്ക ആണ്. നെക്സ്റ്റ് എന്താണ്? അലുമിന എന്ന് പറയുമ്പോൾ അറൗണ്ട് 20 to 30% ആണ് വരുന്നത്. പിന്നെ ലൈം എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 to 5% വരും. അയൺ ഓക്സൈഡ് എന്ന് പറയുമ്പം <7% വരും. മഗ്നീഷ്യ എന്ന് പറയുമ്പോൾ <1% വരും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് കോൺസ്റ്റന്റ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് സിലിക്ക ആണ്, 50 to 60% ആണ്. നമ്മൾ അലുമിന തൊട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അലുമിന എന്ന് പറയുമ്പോൾ എന്താണ്? അലുമിന എന്ന് ചോദിച്ചാണ് നമ്മുടെ ചീഫ് കോൺസ്റ്റിറ്റ്യുവന്റ്. നമ്മൾ അലുമിന ഫസ്റ്റ് പഠിപ്പിക്കാൻ തന്നെ കാരണം എന്താണ്? അതാണ് ബ്രിക്കിന്റെ ചീഫ് കോൺസ്റ്റിറ്റ്യുവന്റ്. മേജർ ആരാണ്? സിലിക്ക ആണ്. പക്ഷെ ചീഫ് കോൺസ്റ്റിറ്റ്യുവന്റ് എന്ന് പറയുന്നത് ആരാണ്? അലുമിന എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഒരു ഗുഡ് ബ്രിക്ക് എർത്തിൽ വരിക? നമ്മൾ പഠിച്ചല്ലേ, 20 to 30% ആണ് വരുന്നത്. ഈ അലുമിനയുടെ യൂസ് എന്താണ്? ഇറ്റ് ഇമ്പാർട്സ് പ്ലാസ്റ്റിസിറ്റി ടു എർത്ത്. നമ്മുടെ ആ എർത്തിന് ഒരു പ്ലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി കൊടുക്കുന്ന ആരാണ്? അലുമിന ആണ്. ഈ പ്ലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതിനെ മോൾഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി മോൾഡഡ്. ഈ 20 to 30 സ്റ്റാർ ഇട്ടേക്കുന്ന എല്ലാം PYQs കേട്ടോ. അപ്പം അതിനെന്താണ് ഒരു പ്ലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി കൊടുക്കും. അതുകൊണ്ട് നമുക്ക് ഈ ബ്രിക്ക് എർത്തിനെ മോൾഡ് ചെയ്ത് ഒരു ബ്രിക്കിന്റെ ഷേപ്പിലാക്കാൻ പറ്റും. ഇനി ഈ അലുമിന നമ്മൾ 20 to 30% കൂടുതൽ കൊടുത്താൽ എക്സസ് ആയ എന്ത് പറ്റും? വാർപ്പിംഗ്, ഷ്രിങ്കിങ് ഡ്യൂറിങ് ഡ്രൈയിങ് ആൻഡ് ബേണിംഗ്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഡ്രൈ ചെയ്യാം, ബേൺ ചെയ്യാൻ വേണം അല്ലേ ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റും? ഇതിന് വാർപ്പിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ ഷ്രിങ്കിങ് ഉണ്ടാകും. വാർപ്പിംഗ് ഒക്കെ എന്താണെന്ന് അറിയാമല്ലോ. ഷ്രിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. വാർപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില തടിയൊക്കെ കണ്ടില്ലേ, ഒരു സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് പൊങ്ങി താണൊക്കെ ഇരിക്കും. ഓക്കെ, അതുപോലെ ഒരു ഇതാണ് വാർപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് 2 സ്റ്റാർ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മേജർ കോൺസ്റ്റിറ്റ്യുവന്റ് ആരാണ്? സിലിക്ക എത്ര പെർസെൻറ്റേജ് ആണ് കാണുന്നത്? 50 to 60%. സിലിക്കയുടെ എന്തിനു വേണ്ടിയിട്ടാണ് സിലിക്ക യൂസ് ചെയ്യുന്നത്? ഇറ്റ് പ്രിവെൻറ്റ്സ് ക്രാക്കിംഗ്, ഷ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ്. അപ്പോൾ സിലിക്ക എന്ത് ചെയ്യും? അത് ക്രാക്കിംഗ് പ്രിവെന്റ് ചെയ്യും, ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യും, വാർപ്പിംഗ് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, പിന്നെ എന്ത് കൊടുക്കും? ഇറ്റ് ഇമ്പാർട്സ് എ യൂണിഫോം ഷേപ്പ് ടു ബ്രിക്ക്. ബ്രിക്കിന് നമ്മളിപ്പോൾ കാണുന്ന ഒരു യൂണിഫോം ഷേപ്പില്ലേ, അത് കൊടുക്കുന്ന ആരാണ്? സിലിക്ക ആണ്. ഓക്കെ, സിലിക്ക എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒത്തിരി സിലിക്ക കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അലുമിന ഒക്കെ കുറയും, ലൈം ഒക്കെ കുറയും അല്ലേ? സിലിക്ക കൂടിക്കഴിഞ്ഞാൽ ബാക്കി കോൺസ്റ്റിറ്റ്യുവൻസ് കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും? ഡിസ്ട്രോയ് കൊഹിഷൻ. ഓക്കെ, ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊഹിഷൻ കുറയും. ഓക്കെ, ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് എല്ലാം ചേർന്നിരിക്കുകയല്ലേ, അതിൻ്റെ ആ കൊഹിഷൻ, ആ കൊഹസീവ് ഫോഴ്സ് കുറയും. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? ബ്രിക്ക് ബ്രിട്ടിലായി പോകും. ഓക്കെ, മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് ഓഫ് ബ്രിക്ക് എർത്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സിലിക്ക ആണ്. ഓക്കെ, ഇനി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിലിക്ക എത്രയാണ്? സിലിക്ക മെൽറ്റ് ചെയ്യുന്നത് 1730°C. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി ലൈം എങ്ങനെ? എന്താണ് മൂന്നാമത്തെ? ലൈം എത്ര പെർസെൻറ്റേജ്? 2 to 5% നമ്മൾ പറഞ്ഞു. ലൈം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു ഫൈൻലി പൗഡേർഡ് സ്റ്റേറ്റിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്ത് ചെയ്യും? ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഷ്രിങ്കിങ് ഓഫ് റോ ബ്രിക്സ്. നമ്മൾ റോ ബ്രിക്ക് ഷ്രിങ്ക് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യും. സാൻഡ് ഫ്യൂസസ് അറ്റ് കിൻ ടെമ്പറേച്ചർ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈം. ലൈം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു കിൻ ടെമ്പറേച്ചർ, ആ കിന്നിൽ നമ്മൾ ബ്രിക്ക് ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും? സാൻഡ് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? അതും ലൈമും എല്ലാം കൂടെ എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ കോമ്പൗണ്ട് പോലെ ആക്ട് ചെയ്യും. ഓക്കെ,
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈം യൂസ് ചെയ്യുന്നത്. ഇനി ലൈം എക്സസ് ആയാൽ എന്ത് പറ്റും? ലൈം എക്സസ് ആയി കഴിഞ്ഞാൽ ബ്രിക്ക് മെൽറ്റ് ചെയ്യും, അതിൻ്റെ ഷേപ്പ് പോവും. ഓക്കെ, ബ്രിക്ക് മെൽറ്റ് ചെയ്യും, ഷേപ്പ് പോവും. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ലംസ് ഉണ്ടെങ്കിലോ? ഓക്കെ, ലൈം ലംസ് ആയിട്ടൊക്കെ കിടക്കുവാണെങ്കിലോ? ലംസ് ആയിട്ട് കിടക്കുവാണെങ്കിൽ നമ്മൾ ഹീറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും എന്ത് ചെയ്യും? ലൈം ക്വിക്ക് ലൈമായിട്ട് നമ്മൾ മോയ്സ്ചറിൻ്റെ പ്രസൻസ് ഒക്കെ വരുമ്പോൾ അത് സ്ലേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം 3 കോമ്പൗണ്ട്സ് പഠിച്ചല്ലോ. ഈ ഒറ്റ സ്ലൈഡിൽ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 10 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് ചോദിക്കാം. ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മാറ്റി തന്ന് ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് മാറ്റി തന്ന് നമ്മൾ മാത്സ് ഫ്ലോയിങ് പോലെ വരാം. പിന്നെ സിമ്പിളായി എക്സസ് എല്ലാം നോക്കിക്കോണം. എക്സസ് ആണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത്. ഒരു സാധനം എക്സസ് ആയി എന്ത് പറ്റും, അടുത്ത സാധനം എക്സസ് ആയി എന്ത് പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഓക്സൈഡ് ഓഫ് അയൺ. ഓക്കെ, അയൺ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അയൺ ഓക്സൈഡ് പറഞ്ഞിട്ടുണ്ട്, റെഡ് കളർ കൊടുക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അയൺ ഓക്സൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് അറൗണ്ട് ഇതെന്താണ്? ഹെൽപ്സ് ടു ഫ്യൂസ് സാൻഡ്. അറൗണ്ട് 5 to 6% ആണ്. അതും എന്ത് ചെയ്യും? ഇറ്റ് ഹെൽപ്സ് ലൈം ടു ഫ്യൂസ് സാൻഡ്. ലൈമിനെ സാൻഡിനെ ഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ലൈമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ചെയ്യുന്നത്? ഓക്സൈഡ് ഓഫ് അയൺ. ഓക്കെ, ഇനി അതെന്ത് കൊടുക്കും? ഈ ബ്രിക്കിനുള്ള റെഡ് കളറൊക്കെ കൊടുക്കുന്ന ആരാണ്? നമ്മുടെ ഓക്സൈഡ് ഓഫ് അയൺ. ഇനി ഇത് എക്സസ് ആയി എന്ത് പറ്റും? ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളറായിട്ട് ബ്രിക്ക് മാറും. ഓക്കെ, ഇനി മഗ്നീഷ്യ. അടുത്ത എന്താ? ഒരു സ്മോൾ ക്വാണ്ടിറ്റിയിൽ ബ്രിക്കിൽ കാണപ്പെടുന്ന ഒരു എലമെന്റ് ആണ് മഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ ഇതൊരു യെല്ലോ ടിൻറ്റ്, നമ്മുടെ ബ്രിക്കിന് ഒരു യെല്ലോ ടിൻറ്റ് കൊടുക്കും. അതെന്ത് ചെയ്യും? ഷ്രിങ്കേജിനെ ഡിക്രീസ് ചെയ്യും. ഇത് കൂടിക്കഴിഞ്ഞ് എന്ത് പറ്റും? ഡീക്കെ ഉണ്ടാവും, ബ്രിക്കിന്റെ ഡീക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻസ് ഒക്കെ പഠിച്ചല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2 കുഞ്ഞ് പോയിന്റ്സ് പറയണേ. ഇപ്പം നമ്മളൊരു ഗുഡ് ബ്രിക്ക് എടുത്തില്ലേ? ഇൻ ഗുഡ് ബ്രിക്കർ ദ പെർസെൻറ്റേജ് ഓഫ് സിൽറ്റ് കണ്ടന്റ്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു ഗുഡ് ബ്രിക്കത്തിൽ പെർസെൻറ്റേജ് ഓഫ് സിൽറ്റ് കണ്ടന്റ് എന്ന് ചോദിച്ചാൽ അറൗണ്ട് 30% എന്ന് പറയാം. എന്താണ്? സിൽറ്റ് കണ്ടന്റ് അറൗണ്ട് 30% ഇൻ ഗുഡ് ബ്രിക്കർത്ത്. ഇനി അടുത്തത് അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ. സിൽറ്റ് മാത്രമല്ല ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്? ക്ലേ ആൻഡ് സിൽറ്റ് കണ്ടന്റ് ഇൻ ഗുഡ് ബ്രിക്കർത്ത്. അപ്പം ക്ലേയും സിൽറ്റൂടെ കൂടുമ്പോൾ എത്ര വേണം? അറൗണ്ട് 50% വേണം. ഓക്കെ, അപ്പം ഇതും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഒരു ഗുഡ് ബ്രിക്കർത്തിൽ സിൽറ്റ് കണ്ടന്റ് എന്ന് മാത്രം ചോദിച്ചാൽ 30%, ക്ലേ ആൻഡ് സിൽറ്റ് കണ്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 50%. ഓക്കെ, ഇനി അടുത്തത് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മളൊരു ബ്രിക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞല്ലേ? അപ്പം ആ മെയിൻ ഇൻഗ്രീഡിയൻസ് പോലെ തന്നെ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വരുവാണെങ്കിൽ ആ മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെ അത് എക്സസ് ആവുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? ഹാംഫുൾ ആയിട്ട് മാറും. അതങ്ങനെയുള്ള ഹാംഫുൾ ആയിട്ട് മാറാൻ ചാൻസുകൾ എന്തൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തേത് ലൈം. ലൈം എക്സസ് ആവുകയാണെങ്കിൽ എന്ത് പറ്റും? അൺസൗണ്ട്നെസ് ഉണ്ടാവും. ഓക്കെ, ലൈം എക്സസ് ആവുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് കോസസ് അൺസൗണ്ട്നെസ് ഇൻ ബ്രിക്ക്. അടുത്ത എന്താ? അയൺ പൈറൈറ്റ്സ്. നമ്മൾ ഓക്സൈഡ്സ് ഓഫ് അയൺ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ഈ അയൺ പൈറൈറ്റ്സ് ഉണ്ടെങ്കിലോ എന്ത് പറ്റും? ബ്രിക്സ് ആർ ക്രിസ്റ്റലൈസ്ഡ്. ബ്രിക്സ് ക്രിസ്റ്റലൈസ് ആയി പോവും. ആൻഡ് ഇറ്റ് ഡിസിൻറ്റഗ്രേറ്റ് ഡ്യൂറിങ് ബേണിംഗ്. നമ്മൾ ബേൺ ചെയ്യുമ്പോഴത്തേന് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ആൽക്കലീസ്. ആൽക്കലീസോ ഈ ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് തന്നെ ഈ നമുക്ക് ഇതിനകത്ത് ഏതാണ് ഹാംഫുൾ അല്ലാത്തത് അല്ലെങ്കിൽ ഏതാണ് ഹാംഫുൾ ആവുന്നത് എന്നൊക്കെ വേണേൽ ചോദിച്ച് ഓപ്ഷൻ ABCD തന്നിട്ട് വേണേൽ ചോദിക്കാം കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി അടുത്ത എന്താ? ആൽക്കലീസ്. ആൽക്കലീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആൽക്കലീസ് പ്രസന്റ് ഇൻ ദ ഫോം ഓഫ് സോഡ ഓർ പൊട്ടാഷ്. സോഡ ഓർ പൊട്ടാഷ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കലീസ് ബ്രിക്കിൽ എങ്ങനെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്? സോഡ അല്ലെങ്കിൽ പൊട്ടാഷ് അതിൻ്റെ രൂപത്തിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഇനി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആൽക്കലീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ആക്ട് ആസ് എ ഫ്ലക്സ് ഇൻ ദ കിൻ ഡ്യൂറിങ് ബേണിംഗ് ആൻഡ് ദേ കോസ് ബ്രിക്സ് ടു ഫ്യൂസ്, ട്വിസ്റ്റ് ആൻഡ് റാപ്പ്. അപ്പോൾ ഇതൊരു ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഫ്ലക്സുകളെ പറ്റിയിട്ടൊക്കെ അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ ആൽക്കലീസ് ഒരു ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും കിന്നിൽ ബേണിംഗ് നടക്കുമ്പം. എന്നിട്ട് എന്ത് പറ്റും? ബ്രിക്ക് ഫ്യൂസ് ചെയ്യോ, ട്വിസ്റ്റ് ചെയ്യോ, റാപ്പ് ചെയ്യോ ഒക്കെ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് പെബിൾസ്. പെബിൾസ് എന്ന് പറയുമ്പോൾ എന്താ? ദ വിൽ നോട്ട് അലോ യൂണിഫോം മിക്സിംഗ് ഓഫ് ക്ലേ. നമ്മൾ ക്ലേ മിക്സ് ചെയ്യുമ്പോൾ പെബിൾസ് ഉണ്ടെങ്കിൽ ഒരു യൂണിഫോം മിക്സിംഗ് അലോ ചെയ്യത്തില്ല. അപ്പോൾ എന്ത് പറ്റും? വീക്ക് ആൻഡ് പോറസ് ബ്രിക്സ് ആയി മാറും. ഓക്കെ, ഇനി അടുത്ത എന്താ? ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമല്ലോ? അപ്പോൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ ഇലകളോ എന്തെങ്കിലും പ്ലാന്റിൻ്റെ എന്തെങ്കിലും പാർട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് അസിസ്റ്റ് ഇൻ ബേണിംഗ്. അപ്പോൾ ഇത് ബേണിങ്ങിന് അസിസ്റ്റ് ചെയ്യും.
ഇത് ലെഫ്റ്റ് അൺബേൺഡ് ആണെങ്കിൽ ബേൺ ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ബ്രിക്സ് എന്താകും? പോറസ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചല്ലോ. ഇനി അടുത്തത് നമ്മൾ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സ് അല്ലെങ്കിൽ മാനുഫാക്ചർ ഓഫ് ബ്രിക്സിലോട്ട് വന്നു. അപ്പം ഫസ്റ്റിലത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ഈ ക്ലേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് അൺസോയിലിംഗ്. അൺസോയിലിംഗ് എന്താണെന്ന് അറിയില്ല, കുറച്ച് എന്താണ് റിമൂവിങ് 20 സെന്റിമീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ. നമുക്കിപ്പം ക്ലേ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു 20 സെന്റിമീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ മാറ്റുന്നു. അടുത്ത എന്താ? ഡിഗിങ്, കുഴിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിനെ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വെതറിങ്. വെതറിങ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ഹീപ്പായിട്ട് ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ ഹീപ്പായിട്ട് കൂട്ടിയിട്ട് ത്രൂ ഔട്ട് മൺസൂണിൽ അതിനെ എന്ത് ചെയ്യും? വെതർ ചെയ്യും. നമ്മളിപ്പോൾ എന്താ നമ്മൾ സീസണിങ് ഒക്കെ ചെയ്തില്ലേ ടിമ്പറിന്, അതുപോലെ ആ മണ്ണിനെ വെതർ ചെയ്യും. ഓക്കെ, അപ്പം നല്ല എയറേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്ക് സാധനമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ വെതർ ചെയ്യും. എന്തെങ്കിലും ഹാംഫുൾ ഗ്യാസസോ എന്തെങ്കിലും ട്രേസ് സെൽഫ് എലമെന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രൂ ഔട്ട് മൺസൂണിലാണ് അത് വെതർ ചെയ്യുന്നത്. ഏത് സീസണിലാണെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ത്രൂ ഔട്ട് മൺസൂണിലാണ് വെതർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ബ്ലെൻഡ് ചെയ്യും. ബ്ലെൻഡ് ചെയ്യുന്നത് എന്താ? ക്ലേ മെയ്ഡ് ലൂസ് ആൻഡ് ഇൻഗ്രീഡിയൻസ് ആഡഡ് ടു ഇറ്റ്, അല്ലെങ്കിൽ എന്താ? ഹാർമോണിയസ് മിക്സ്ചർ ഓഫ് ക്ലേ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസോ അതെല്ലാം ഉണ്ടെങ്കിൽ ഇത് ക്ലേയുമായിട്ട് മിക്സ് ചെയ്യും. അടുത്ത എന്താ? ടെമ്പറിങ്. ഓക്കെ, നമ്മൾ tempering properly, if tempering is properly carried out, the briquette can be rolled without breaking in small threads of 3 mm. നമ്മൾ പ്രോപ്പർലി ടെമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ പണ്ട് ലിക്വിഡ് ലിമിറ്റിന്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ ടെസ്റ്റ് ചെയ്യും. ആ സാമ്പിൾ തന്നെ എടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യും. ഓർക്കുന്നുണ്ടോ GT ലാബിൽ ചെയ്തത്? ഇങ്ങനെ റോൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും? നമുക്കൊരു ചെറിയ ത്രെഡ് ആയിട്ട് കിട്ടും. നമ്മൾ മണ്ണൊക്കെ ചുമ്മാ കുഞ്ഞിലൊക്കെ മണ്ണ് കളിക്കുമ്പോൾ ക്ലേ ഒക്കെ എടുത്ത് കൈക്ക് വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചെറിയ ത്രെഡ് ആയിട്ട് കിട്ടും. നമ്മുടെ വീട്ടിലൊക്കെ ചപ്പാത്തി മാവ് കഴിക്കുമ്പോൾ കുഞ്ഞ് ത്രെഡ് കിട്ടത്തില്ലേ? അതുപോലൊരു ത്രെഡ് ആയിട്ട് കിട്ടും. അപ്പം പ്രോപ്പർലി ടെമ്പറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എർത്തിനെ ഒരു 3 mm ഉള്ള ഒരു റെഡായിട്ട് ബ്രേക്ക് ചെയ്യാതെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് ഓർക്കാലോ. 3 mm എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്, അതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് മൗൾഡിങ്. മൗൾഡിങ് എന്ന് പറയുമ്പോൾ എന്താ? മൗൾഡിങ് എന്ന് പറയുമ്പം ഹാൻഡ് മൗൾഡിങ് വരാം. ഓക്കെ, ഹാൻഡ് മൗൾഡിങ് തന്നെ നമുക്ക് ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്സ്, ടേബിൾ മൗൾഡഡ് ബ്രിക്സ് എന്ന് പറയാം. ഓക്കെ, ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഗ്രൗണ്ട് മൗൾഡഡ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ മൗൾഡ് ചെയ്തെടുക്കുക. ഓക്കെ, ടേബിൾ മൗൾഡഡ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ ടോപ്പിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഇനി എന്താ? മെഷീൻ മൗൾഡിങ്. മെഷീൻ മൗൾഡിങ് ആയിരിക്കും കുറച്ചുകൂടെ നല്ല ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലേ? അപ്പം പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസും ഉണ്ട്, ഡ്രൈ ക്ലേ മെഷീൻസും ഉണ്ട്. അപ്പോൾ ക്ലേനെ നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ഈ മെഷീനിലോട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ക്ലേ മെഷീൻ. അപ്പോൾ ഡ്രൈ സ്റ്റേറ്റിലാണ് നമ്മൾ ക്ലേ കൊടുക്കുന്നതെങ്കിൽ അത് ഡ്രൈ ക്ലേ മെഷീൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ഇതിനകത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ്? സാൻഡ് മൗൾഡഡ് ബ്രിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? സാൻഡ് മൗൾഡഡ് ബ്രിക്സ്. അപ്പോൾ സാൻഡ് മൗൾഡഡ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സാൻഡ് ഓർ ആഷ് ഈസ് സ്പ്രിങ്കിൾഡ് ഓൺ ദ സർഫസ് ഓഫ് മൗൾഡ്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ മൗൾഡിന്റെ സൈഡിൽ നമ്മൾ സാൻഡ് അല്ലെങ്കിൽ ആഷ് സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലേ മൗൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അത് അൺമൗൾഡ് ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന് സാൻഡ് മൗൾഡഡ് ബ്രിക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് അതുപോലെ തന്നെ വേറൊന്നാണ് സ്ലോപ്പ് മൗൾഡഡ് ബ്രിക്സ്. സ്ലോപ്പ് മൗൾഡഡ് ബ്രിക്സ്. അപ്പോൾ സ്ലോപ്പ് മൗൾഡഡ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ബ്രിക്സ് പ്രിപ്പയർഡ് ബൈ ഡിപ്പിംഗ് മൗൾഡ് ഇൻ വാട്ടർ എവറി ടൈം. ഓക്കെ, നമ്മൾ ഒരു ബ്രിക്ക് ഉണ്ടാക്കി അതിൻ്റെ മൗൾഡ് എടുത്ത് വെള്ളത്തിൽ മുക്കി പിന്നെയും ബ്രിക്ക് ഉണ്ടാക്കി, അങ്ങനെ അത് വെള്ളത്തിൽ മുക്കി 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 നമ്മൾ എന്ത് ചെയ്യുക? ബ്രിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് സ്ലോപ്പ് മൗൾഡഡ് ബ്രിക്സ് എന്ന് പറയും. ഓക്കെ, ഇനി പണ്ടൊക്കെ PSCക്ക് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യനാ. ഇപ്പം അത് ഇത്രയും കാണുന്നില്ല, എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫ് ആയത് കാരണം ഇപ്പം ഈ ക്വസ്റ്റ്യൻ കാണുന്നില്ല. ഇപ്പം പണ്ടൊക്കെ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഫോർ 1 cubic meter ഓഫ് ബ്രിക്ക് മേസണറി നമ്പർ ഓഫ് ബ്രിക്സ് എത്രയാണ്? 500. നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. 1 ക്യൂബിക് മീറ്റർ ബ്രിക്ക് മേസണറി ആണെങ്കിൽ അതിൽ എത്ര ബ്രിക്സ് യൂസ് ചെയ്യും? 500 ബ്രിക്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് പഗ്ഗിങ്. പഗ്ഗിങ് എന്ന് പറയുമ്പോൾ എന്താ? ദ പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് ക്ലേ വിത്ത് വാട്ടർ ആൻഡ് മേക്കിംഗ് ഇറ്റ് പ്ലാസ്റ്റിക്. നമ്മൾ മിക്സിയിലൊക്കെ എന്താ വെള്ളം ഒഴിച്ച് ദോശമാവ് അരയ്ക്കത്തില്ലേ? അതുപോലെ തന്നെ എന്ത് ചെയ്യും? ക്ലേനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് അതിനെ ഒരു പ്ലാസ്റ്റിക് രൂപത്തിലാക്കി എടുക്കുന്നതാണ് പഗ്ഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ പഗ്ഗിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എ പഗ് മിൽ ഓർ പഗ് മിൽ നമ്മളൊരു പഗ് മിൽ യൂസ് ചെയ്യും. ഓർ പഗ് മിൽ എന്ന് പറയുമ്പോൾ എന്താണ്? പഗ് മിൽ ഈസ് എ മെഷീൻ ഇൻ വിച്ച് ക്ലേ ഓർ അതർ മെറ്റീരിയൽസ് ആർ മിക്സ്ഡ് ഇൻ ടു പ്ലാസ്റ്റിക്. അതൊരു ടൈപ്പ് ഓഫ് മെഷീനാണ്. എന്ത് ചെയ്യും? ക്ലേയും അതർ മെറ്റീരിയൽസോടെ മിക്സ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് ഫോമിലാക്കും. ഇനി ടെമ്പറിങ് ഓഫ് ബ്രിക്ക് എർത്ത് ഏത് മെഷീനിലാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പഗ് മില്ലിലാണ് ചെയ്യുന്നതെന്ന് പറയണം. നമ്മൾ ടെമ്പറിങ് എന്ന് പറഞ്ഞു. ടെമ്പറിങ് ഞാൻ ലാസ്റ്റ് റൈഡിലും പറഞ്ഞു. ടെമ്പറിങ് അല്ലെങ്കിൽ നീഡിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ക്ലേ വിത്ത് വാട്ടർ ആൻഡ് അതർ ഇൻഗ്രീഡിയൻസ് ടു മേക്ക് ബ്രിക്ക്. നമ്മൾ എന്ത് ചെയ്യുക?
വാട്ടറും വേറെ ഇൻഗ്രീഡിയൻസും ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ എന്താണ് നമ്മുടെ ബ്രിക്ക് എർത്തിനെ മിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സിന്, ആ ക്ലേയെ മിക്സ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? നീഡിങ് അല്ലെങ്കിൽ ടെമ്പറിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അടുത്ത് എന്താ? ഡ്രൈയിങ്. ഡ്രൈ എന്ന് പറയുമ്പോൾ എന്താ? സൺ ഡ്രൈ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഹീറ്റ് ഒക്കെ കൊടുത്ത് ഡ്രൈ ചെയ്യുക, അങ്ങനത്തെ പ്രോസസ് ഒക്കെ ഉണ്ട്. അപ്പം ഡ്രൈയിങ്ങിന് യൂഷ്വലി എത്ര ടൈം എടുക്കും? വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഡ്രൈയിങ്ങിന് ഞാൻ കണ്ടിട്ടില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുള്ളൂ. ഡ്രൈയിങ്ങിന് സാധാരണ എത്ര സമയം എടുക്കും? അറൗണ്ട് 3 to 10 days എടുക്കും. ബ്രിക്ക് ഡ്രൈ ചെയ്ത് വരാൻ എത്ര ഡേയ്സ് എടുക്കും? 3 to 10 days എടുക്കും. ഓക്കെ. അടുത്തത് ബേണിംഗ്. ബേണിംഗ് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്തിലൊക്കെയാ? ക്ലാമ്പ് അല്ലെങ്കിൽ കിൻസ് എന്ന് പറയും. ഓക്കെ. ക്ലാമ്പ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും ക്ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലാമ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു ട്രപ്പിസോയിഡൽ പ്ലാൻ ആയിരിക്കും. നമ്മൾ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിലായിരിക്കും. ഓക്കെ. അതിന്റെ പ്ലാൻ ഇരിക്കുന്നത്. പിന്നെന്താണ്? ഷോർട്ട് എൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഷോർട്ട് എൻഡ് ലൈറ്റ്ലി എക്സ്കവേറ്റ് ചെയ്യും. ഇതാണ് ഷോർട്ട് എൻഡ്. ഷോർട്ട് എൻഡ് ലൈറ്റ്ലി എക്സ്കവേറ്റഡ് ആണ്. വൈഡർ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? റേസ് ദാറ്റ് ആൻ ആംഗിൾ 15 ഡിഗ്രി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ആംഗിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൈഡർ എൻഡ് ഒരു 15 ഡിഗ്രിയിലൊക്കെ എന്ത് ചെയ്യും? റൈസ് ചെയ്ത് വെക്കും. ഓക്കെ. അപ്പോൾ ക്ലാമ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് കിൻ. കിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സിമെന്റിനും ഒക്കെ കിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? കിൻ എന്ന് പറയുമ്പോൾ ഒരു ലാർജ് കവറാണ് ബ്രിക്ക് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു ലാർജ് കവറാണ് എന്ത്? കിന്ന്. കിന്ന് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇന്റർമീഡിയറ്റ് കിന്ന്, കണ്ടിന്യൂസ് കിന്ന്. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്ഷൻ നമ്മൾ ബ്രിക്ക് കൊടുത്തു, അത് ചൂടാക്കി വെളിയിലിറക്കി, അങ്ങനെ. കണ്ടിന്യൂസ് സ്കിൻ എന്ന് പറയുമ്പോൾ എന്താ? ത്രൂ ഔട്ട് അതിനകത്ത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഇന്റർമീഡിയറ്റ് കിന്നിന്റെ നോക്കാം. ഇന്റർമീഡിയറ്റ് കിന്നിനെ തന്നെ മേ ബി ഓഫ് ഓവർ ഗ്രൗണ്ട് ഓർ അണ്ടർ ഗ്രൗണ്ട്. ഓക്കെ. അത് ഗ്രൗണ്ടിന് മേളിലാം, ഗ്രൗണ്ടിൽ താഴെയാം. ഓക്കെ. ഇന്റർമീഡിയറ്റ് അപ് ഡ്രാഫ്റ്റ് കിൻ. അപ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേനും ഹീറ്റിന്റെ ഫ്ലോ മേലോട്ടാണെങ്കിൽ അതിനെ അപ് ഡ്രാഫ്റ്റ് എന്ന് പറയാം. ഇന്റർമീഡിയറ്റ് ഡൗൺ ഡ്രാഫ്റ്റ് കിൻ. നമ്മുടെ ഹീറ്റ് ഫ്ലോ താഴോട്ടാണെങ്കിൽ നമുക്ക് അതിനെ ഇന്റർമീഡിയറ്റ് ഡൗൺ ഡ്രാഫ്റ്റ് കിൻ എന്ന് പറയും. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. ഇനി അടുത്തത് ബുൾ സ്ട്രെഞ്ച് കിൻ. ഇത് ചോദിച്ചിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇത് ഓപ്ഷനിലൊക്കെ വന്നിട്ടുണ്ട്. ബുൾ സ്ട്രെഞ്ച് കിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ട്രെഞ്ചിനകത്ത്, ട്രെഞ്ച് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു കുഴി. ഓക്കെ. അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അറൌണ്ട് 3 lakh പെർ 12 days. 12 ഡേയ്സിൽ നമുക്കൊരു 3 lakhs ബ്രിക്സ് വരെ അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു ഫോൾട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പെർമനന്റ് റൂഫ് ഇല്ല. ഓക്കെ. അപ്പോൾ ഒരു പെർമനന്റ് റൂഫ് ഇല്ലാത്ത കാരണം എന്ത് പറ്റും? മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളമൊക്കെ നിറയാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് മൺസൂണിൽ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റോപ്പ് ഡ്യൂറിങ് മൺസൂൺ. ഓക്കെ. ഫ്യുവൽ കോസ്റ്റ് മോർ ആണ്. ഓക്കെ. ഇവിടെ നമ്മൾ ഫ്യൂവൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് മോർ ആണ്. മോർ കൺസംഷനും വേണ്ടി വരും. ഒത്തിരി ഫ്യൂവൽ കൺസംഷനും വേണ്ടി വരും. ഒത്തിരി സ്പേസ് വേണ്ടി വരും. പക്ഷേ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇനീഷ്യൽ കോസ്റ്റ് ലോ ആണ്. ഇനീഷ്യൽ കോസ്റ്റ് ലോ ആയത് കാരണം ഇതാണ് പോപ്പുലർ ആയിട്ട് മിക്കയിടത്തും കാണുന്നത്. ഓക്കെ. ഇതൊരു സെമി കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് അല്ല, ഇതൊരു സെമി കണ്ടിന്യൂസ് ആണ്. പെർസെൻറ്റേജ് ഓഫ് ക്വാളിറ്റി ബ്രിക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ബ്രിക്കിന്റെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും, ലെസ് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്തത് ഈ ഹോഫ്മാൻ സ്കിന്നിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹോഫ്മാൻ സ്കിൻ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതുപോലൊക്കെ ഇരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബേണിംഗ് ഓഫ് ബ്രിക്ക്. ഓക്കെ. എന്തിനാ നമ്മൾ ബ്രിക്ക് ബേണിങ്ങിന് യൂസ് ചെയ്യുന്ന കിൻ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആൻസർ പറയണ്ടേ? ഹോഫ്മാൻ സ്കിൻ. അതായിരുന്നു ആൻസർ ഉണ്ടായിരുന്നു ഓപ്ഷനിൽ. ഓക്കെ. ഇനി ഇതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? ഒരു സീസണിൽ അറൗണ്ട് 40 lakhs ബ്രിക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനൊരു പെർമനന്റ് റൂഫ് ഉണ്ട്. അതുകൊണ്ട് ഇത് ത്രൂ ഔട്ട് ദ ഇയർ ഫങ്ഷൻ ചെയ്യും. ഇതിന്റെ ഫ്യൂവൽ കോസ്റ്റ് വളരെ കുറവാണ്. ഇതിന് സ്പേസും കുറവാണ്. പക്ഷെ ഇതിനെന്താണ്? ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആയത് കാരണം അതെന്താണ്? ലെസ് പോപ്പുലർ ആണ്. ഓക്കെ. പിന്നെ ചോദിച്ചിട്ടുള്ള ഓവർഗ്രൗണ്ട് കണ്ടിന്യൂസ് സ്കിൻ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഹോഫ്മാൻ സ്കിൻ ആണെന്ന് പറയണം. ഹോഫ്മാൻ സ്കിൻ ആണ് ഓവർഗ്രൗണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്ത എന്താ? പെർസെൻറ്റേജ് ഓഫ് ഗുഡ് ക്വാളിറ്റി ബ്രിക്സ് ഈസ് മോർ. മറ്റേതിനകത്ത് ഗുഡ് ക്വാളിറ്റി ബ്രിക്സിന്റെ പെർസെൻറ്റേജ് കുറവായിരുന്നു. ഇവിടെ എന്താണ്? പെർസെൻറ്റേജ് കൂടുതലാണ്. ഇനി എന്താ? നമ്പർ ഓഫ് കമ്പാർട്ട്മെന്റ്സ്. അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള നമ്പർ ഓഫ് കമ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോഫ്മാൻ സ്കിൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? 12, ഒരു ഡസൻ. ഓർക്കെ, അങ്ങനെയൊക്കെ ഓർക്കാമല്ലോ. ഇനി അടുത്തത് ടണൽ കിൻ. ടണൽ കിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ടണൽ പോലെ ഇരിക്കും. ഫയറിംഗ് ഓഫ് ബ്രിക്സ് ഒക്വേഴ്സ് അറ്റ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ടണൽ. ഓക്കെ. ഇതിന്റെ ഒരു സെൻട്രൽ പാർട്ടിലായിരിക്കും നമ്മൾ ബ്രിക്സിനെ ഫയർ ചെയ്യുക. ലെങ്ത് ഓഫ് ടണൽ എന്ന് പറയുമ്പോൾ അറൌണ്ട് 60 മീറ്റർ ടു 150 മീറ്റർ വരെ വേരി ചെയ്യാം. അതിനകത്ത് നമ്മൾ ഗ്രാനുലേറ്റഡ് അല്ലെങ്കിൽ പൾവറൈസ്ഡ് കോൾ ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ എന്ത് ചെയ്യുക? ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുക. ഇതിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, പക്ഷെ ഓപ്ഷനിൽ ടണൽ കിൻ എന്നൊക്കെ വന്നിട്ടുണ്ട്.
ഇനി അടുത്തത് നമ്മൾ ക്ലാമ്പ് ബേണിംഗ്, കിൻ ബേണിംഗ്, രണ്ട് ബേണിംഗ് പറഞ്ഞല്ലേ. അപ്പൊ ക്ലാമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഫിഗർ കാണിച്ചായിരുന്നു കണ്ടോ, ഇതുപോലൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പോയി ഇതുപോലൊക്കെ കാണാൻ പറ്റും, ബ്രിക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലൊക്കെ ഉണ്ട്. അപ്പൊ ഈ ക്ലാമ്പ് ബേണിങ്ങിന്റെയും കിൻ ബേണിങ്ങിന്റെ ഒരു കമ്പാരിസൺ, ഇതും എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്ലാമ്പ് ബേണിംഗ്, കിൻ ബേണിംഗ്, എന്തുകൊണ്ടാണ് കിൻ ബേണിംഗ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ എന്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാമ്പ് ബേണിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ കപ്പാസിറ്റി അറൗണ്ട് എന്താണ് 20,000 to 1 lakh ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ഫ്യൂൽ കുറവായിരിക്കും, ഇനീഷ്യൽ കോസ്റ്റ് കുറവായിരിക്കും, പക്ഷേ പെർസെൻറ്റേജ് ഓഫ് ഗുഡ് ക്വാളിറ്റി ബ്രിക്സ് എന്ന് പറയുന്നത് അറൗണ്ട് 60% ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇതിനകത്ത് ഫയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമുക്കിവിടെ. പക്ഷെ എന്താണ്, സ്കിൽഡ് സൂപ്പർവിഷൻ ഒന്നും ആവശ്യമില്ല. ഇതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ്, സ്മോൾ സ്കെയിലിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെന്താണ് ബേണിംഗ്, കൂളിംഗ് എല്ലാം കൂടെ എത്ര, ഒരു 2 to 6 months ടൈം എടുക്കും. ഓക്കെ, ഇനി കിൻ ബേണിംഗ് എന്ന് പറയുമ്പോൾ എന്താ, കിൻ ബേണിംഗ് നമ്മൾ ഇന്റർമീഡിയറ്റ് കിന്നും കണ്ടിന്യൂസ് കിന്നും ഒക്കെ പറഞ്ഞല്ലേ. കിൻ ബേണിംഗിൽ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് 25,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രിക്കിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന്റെ കോസ്റ്റ് ഓഫ് ഫ്യൂൽ ഹൈ ആയിരിക്കും. നമ്മൾ കോൾ ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നു, കോളൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ വരണ്ടേ, ഇമ്പോർട്ട് ചെയ്തൊക്കെ വരണമായിരിക്കും മിക്കവാറും. അപ്പൊ എന്താണ്, കോളൊക്കെ യൂസ് ചെയ്യുന്ന കാരണത്തേനും ഇതിന് കോസ്റ്റ് ഓഫ് ഫ്യൂൽ ഹൈ ആണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇനീഷ്യൽ കോസ്റ്റ് ഹൈ ആണ്, പക്ഷെ എന്താണ്, ഗുഡ് ക്വാളിറ്റി ബ്രിക്സ് കിട്ടും. അറൌണ്ട് 90% ബ്രിക്സും ഗുഡ് ക്വാളിറ്റി ആയിരിക്കും. ഇനിയും ഫയർ അണ്ടർ കൺട്രോൾ ത്രൂ ഔട്ട് ഓപ്പറേഷൻ, ത്രൂ ഔട്ട് ഓപ്പറേഷനിലും ഫയർ കൺട്രോൾ ചെയ്തിരിക്കും. അപ്പൊ പക്ഷെ അങ്ങനെയൊക്കെ ഫയർ കൺട്രോൾ ഒക്കെ ചെയ്യാൻ ആര് വേണം, സ്കിൽഡ് സൂപ്പർവിഷൻ ഉള്ള ആൾക്കാർ വേണം. ഇതൊരു പെർമനന്റ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്തുള്ള ബേണിംഗ് ടൈം എത്രയാണ്, 24 hours. ഇതിനകത്ത് കൂളിംഗ് ടൈം എന്ന് പറയുന്നത് 12 days ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ മനസ്സിലായല്ലോ. ഇനി അടുത്തത് ടെസ്റ്റ് ഫോർ ബ്രിക്സ്. നമ്മൾ ബ്രിക്സിൽ കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ എന്താണ്, അബ്സോർപ്ഷൻ ടെസ്റ്റ്. നമ്മൾ അബ്സോർപ്ഷൻ ടെസ്റ്റ് ഒക്കെ നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ. അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ബ്രിക്ക് ഈസ് ടേക്കൺ ആൻഡ് വെയിറ്റഡ് ഡ്രൈ. നമ്മൾ ആദ്യം ഒരു ബ്രിക്ക് എടുത്തിട്ട് അതിനെ ഡ്രൈ വെയിറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, വാട്ടറിൽ 24 മണിക്കൂർ ഇമേഴ്സ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വെയ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫറൻസ് ഇൻ വെയിറ്റ് നോട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മുടെ എത്ര വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടെന്ന് നോക്കും. അതായത് ബ്രിക്ക് എത്ര വാട്ടർ അബ്സോർബ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ അറൗണ്ട് 20% വെയിറ്റ് ഓഫ് ഡ്രൈ ബ്രിക്കേ ആകാവുള്ളൂ. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിലോ 22.5% വെയിറ്റ് ഓഫ് ഡ്രൈ ബ്രിക്കേ ആകാവുള്ളൂ. തേർഡ് ക്ലാസ് ആണെങ്കിൽ അറൗണ്ട് 25% ഓഫ് വെയിറ്റ് ഓഫ് ഡ്രൈ ബ്രിക്ക്. ഓക്കെ, ഇത് ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഈ 2 ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 20%, 22.5%, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത്ര പെർസെൻറ്റേജ് എന്നിട്ട് ഏത് ക്ലാസ് ബ്രിക്ക് ആണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ സ്ലൈഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ക്രഷിംഗ് സ്ട്രെങ്ത്. നമ്മൾ ക്യൂബ് ഒക്കെ ക്രഷ് ചെയ്തിട്ടുണ്ടല്ലേ, അതുപോലെ നമുക്ക് ബ്രിക്കിനും ക്രഷ് ചെയ്ത് ക്രഷിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 10 Newton/mm². അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ ക്രഷിംഗ് സ്ട്രെങ്ത് Newton/mm² എത്രയാണ്, 10 Newton/mm². സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന്റെ ആണെങ്കിലോ ഇറ്റ് ഈസ് 7.5 Newton/mm². അപ്പോൾ യൂണിറ്റ് നോക്കിക്കോണം, Newton/mm² ആണോ, kg/m³ ആണോ, അങ്ങനെയൊക്കെയുള്ള യൂണിറ്റ് നമ്മൾ നോക്കിക്കോണം. അപ്പം ഇവിടെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്തിലാണ് പറയുന്നത്, Newton/mm² പറയുന്നത്. അതിന്റെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് 10 Newton/mm² ആണ്. സെക്കൻഡ് ക്ലാസ് ബ്രിക്കിനാണെങ്കിലോ 7.5 Newton/mm². ഇനി അടുത്തത് ഹാർഡ്നെസ് ടെസ്റ്റ്. നമുക്കൊന്നും വേറെ ഒരു എക്യുപ്മെന്റ് ആവശ്യമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഈസി ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ഹാർഡ്നെസ് ടെസ്റ്റ്. അപ്പോൾ ഹാർഡ്നെസ് ടെസ്റ്റ്, ബ്രിക്കിന്റെ ഹാർഡ്നെസ് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്, സ്ക്രാച്ച് വിത്ത് ഫിംഗർ. നമ്മൾ നഖം കൊണ്ടൊരു വര വരയ്ക്കും, ഫിംഗർ ടിപ്പ് നഖം കൊണ്ടൊരു വര വരയ്ക്കും. നോ ഇംപ്രഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രിക്ക് സഫീഷ്യൻലി ഹാർഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത എന്താ, പ്രസൻസ് ഓഫ് സോലിബിൾ സോൾസ്. ഓക്കെ, സോലിബിൾ സോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ വരും, സോലിബിൾ സോൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ഓർത്തോണം, ഒറ്റ പേര് ഓർത്തോണം, എഫ്ലോറസെൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് എഫ്ലോറസെൻസ്. നമ്മൾ സോലിബിൾ സോൾസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്തോർത്തോണം, അതിൽ എഫ്ലോറസെൻസ് ഉണ്ട്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിൽ ഇത് ഇമേഴ്സ് ചെയ്തെടുക്കും 24 hours. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് അലൗഡ് ടു ഡ്രൈ. എന്നിട്ട് എന്ത് ചെയ്യും, ആബ്സെൻസ് ഓഫ് ഗ്രേ ഓർ വൈറ്റ് ഡെപ്പോസിറ്റ്. നമുക്ക് ഗ്രേയോ വൈറ്റ് ഡെപ്പോസിറ്റോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിനകത്ത് സോലിബിൾ സോൾസ് ഒന്നും ഇല്ല. ഇനി വൈറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്, അറൌണ്ട് 10% ഉള്ളെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് സ്ലൈറ്റ് എഫ്ലോറസെൻസ് എന്ന് പറയും. വൈറ്റ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതൊരു 15% ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 50% ആണ് മോഡറേറ്റ്. ഓക്കെ, ഇനി ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിലോ ഹെവി എഫ്ലോറസെൻസ്. ഈ ഫിഗർ ഇച്ചിരി കയറിപ്പോയേണ്ടത് കാണുന്നില്ല, അപ്പോൾ അത് ഓർത്തോണം, ഹെവി എഫ്ലോറസെൻസ് ആണ് ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ബ്രിക്സ്. ഓക്കെ, ഷേപ്പ് ആൻഡ് സൈസ് എന്ന് പറയുമ്പോൾ സാധാരണ എന്താണ്, നമ്മുടെ ബ്രിക്ക് എന്ന് പറയുന്നത് ട്രൂലി റെക്ടാങ്കുലർ ആയിരിക്കും, ഷാർപ്പ് എഡ്ജ് കാണും അല്ലേ. നമ്മൾ 20 ബ്രിക്സ് റാൻഡംലി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ 19/9/9 എന്നുള്ള, അതായിരിക്കും നമ്മുടെ എന്താ സ്റ്റാൻഡേർഡ് സൈസ്. ആ 19/9/9 ഉള്ള അറൌണ്ട് 20 ബ്രിക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എന്താണ്
അടുക്കി വെക്കുക. അടുക്കി വെച്ച് കഴിയുമ്പോഴത്തേനും ലെങ്ത് അറൗണ്ട് എത്ര വരും? ലെങ്ത് എന്ന് പറയുന്നത് 368 ടു 392 സെന്റിമീറ്റർ. വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര വരും? 174 ടു 186 സെന്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് സ്റ്റാക്ക് ചെയ്ത് വെക്കുമ്പോൾ 174 ടു 186 സെന്റിമീറ്റർ അറൗണ്ട് വരണം. ഓക്കെ, ഇനി അതാണ് ഷേപ്പ് ആൻഡ് സൈസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ച് ഒക്കെ ഒന്ന് നോക്കിക്കോണേ. ഇനി അടുത്ത എന്താ? Bricks containing relatively large portion of soluble salts are liable to become Bricks containing relatively large portion of soluble salts are liable to become discolored by formation of white deposit known as എന്താ? white deposit എന്ന് കേട്ടാലേ ഓർത്തോണം എന്താണ്? presence of soluble salts ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? efflorescence ആണ്. ഓക്കെ, ഇനി അടുത്തത് സൗണ്ട്നെസ്. നമ്മൾ സിമെന്റിലും ഒക്കെ കേട്ടുള്ള ടൈമാണ് സൗണ്ട്നെസ്. സൗണ്ട്നെസ് എങ്ങനെ ബ്രിക്കിൽ ടെസ്റ്റ് ചെയ്യുന്നത്? അതും എളുപ്പമാണ്. രണ്ട് ബ്രിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റക്ക് ചെയ്യും. സ്റ്റക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നില്ല. ഒരു ക്ലിയർ റിംഗിങ് സൗണ്ട്, ഒരു മെറ്റാലിക് റിംഗിങ് സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നല്ല സൗണ്ട് ബ്രിക്കാണ്, നല്ല ബ്രിക്കാണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത എന്താ? ബ്രിക്കിന്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം? നമ്മൾ എല്ലാത്തിനും പറയുന്ന ഒരു പേരാണ് ഹോമോജീനിയസ് ആയിരിക്കണം. ഹോമോജീനിയസ് ആയിരിക്കണം, കോമ്പാക്റ്റ് ആയിരിക്കണം, ഫ്രീ ഫ്രം ഡിഫക്ട്സ് സച്ച് ആസ് ഹോൾസ് ആൻഡ് ലംസ് ആയിരിക്കണം. ഇനി ഹൈ ഡ്യൂട്ടി ഫയർ ക്ലേ ബ്രിക്സ് റെസിസ്റ്റ് ടെമ്പറേച്ചർ അപ് ടു ഹൈ ഡ്യൂട്ടി ഫയർ ബ്രിക്സ് ആണെങ്കിൽ അതൊരു 1482 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 1648 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. ഇനി മീഡിയം ഡ്യൂട്ടി ഫയർ ക്ലേ ബ്രിക്സ് ആണെങ്കിലോ അതൊരു 1315 തൊട്ട് 1452 ഡിഗ്രി സെൽഷ്യസ് വരെ റെസിസ്റ്റ് ചെയ്യും. ഇനി ലോ ഡ്യൂട്ടി ഫയർ ക്ലേ ബ്രിക്സ് ആണെങ്കിലോ അറൗണ്ട് 870 ഡിഗ്രി സെൽഷ്യസ് വരെ റെസിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ടെമ്പറേച്ചർ റേഞ്ച് ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ വേണേൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. SSCയുടെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ വരാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു റേഞ്ച് ഓർത്തിരിക്കുക. ഇതൊരു ലോ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അറൗണ്ട് 1000 താഴെ 870 900 വരുന്നുള്ളൂ. മീഡിയം ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ 1300 ടു 1400 ആണ്. ഹെവി ഡ്യൂട്ടി ഹൈ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്താ 1400 ടു 1600 ഡിഗ്രി സെൽഷ്യസ് വരെ റെസിസ്റ്റ് ചെയ്യും. ഏകദേശം അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്ത എന്താ? ക്വാളിറ്റി ഓഫ് ഗുഡ് ബ്രിക്സ്. അപ്പം നമ്മളൊരു ബ്രിക്സിന്റെ ക്വാളിറ്റി എങ്ങനെ പറയുന്നത്? അത് ടേബിൾ, അതായത് അതിന് നല്ല ഗുഡ് ക്വാളിറ്റി ആണെങ്കിൽ അത് ടേബിൾ മൗൾഡഡ് ആയിരിക്കും മിക്കവാറും. ഓക്കെ, പിന്നെന്താണ്? വെൽ ബേൺഡ് ആയിരിക്കും. കിന്നിലൊക്കെ വെച്ച് നല്ല ബേൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു അറൗണ്ട് ഒരു കോപ്പറിന്റെ കളറൊക്കെ ആയിരിക്കും. ഓക്കെ, അതിനകത്ത് ക്രാക്സ് ഒന്നും കാണത്തില്ല. ഷാർപ്പായിട്ട് സ്ക്വയർ എഡ്ജസ് ഒക്കെ ആയിരിക്കും. നല്ല യൂണിഫോം ഷേപ്പ് ആയിരിക്കും. അത് സ്റ്റാൻഡേർഡ് സൈസിലായിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിങ് ചെയ്യുമ്പോൾ ക്ലിയർ മെറ്റാലിക് റിംഗിങ് സൗണ്ട് വെൻ സ്റ്റക്ക് വിത്ത് ഈച്ച് അതർ. ഓക്കെ, സ്റ്റക്ക് എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് സ്റ്റക്ക് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ മെറ്റാലിക് സൗണ്ട് കിട്ടും. നമ്മളത് ബ്രോക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഹാഫ് ബാറ്റ് ബ്രിക്കുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പം നമ്മളത് ബ്രോക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഇറ്റ് ഷുഡ് ഷോ ബ്രൈറ്റ് ഹോമോജീനിയസ് കോമ്പാക്ട് ഫ്രീ ഫ്രം വേർഡ്സ്. നമ്മൾ ആ ബ്രോക്കൺ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ബ്രൈറ്റ് ഹോമോജീനിയസ് ആയിരിക്കണം, പിന്നെ കോമ്പാക്റ്റ് ആയിരിക്കണം, വേർഡ്സ് ഒന്നും കാണാൻ പാടില്ല. അത് സഫീഷ്യൻ്റ്ലി ഹാർഡ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഫിംഗർ നെയിൽ കൊണ്ട് എന്ത് ചെയ്യുക? സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഇംപ്രഷൻ കാണാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹൈറ്റിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഏത് ഹൈറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്താലാണ് ബ്രിക്ക് ഡ്രോപ്പ് ചെയ്യല്? അങ്ങനെ ഒരു എന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് ബ്രേക്ക് വെൻ ഡ്രോപ്പ് അബൌട്ട് 1 മീറ്റർ. 1 മീറ്ററിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടാൻ പാടില്ല. ഓക്കെ, ഇനി സോക്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours ആണെങ്കിൽ 24 hours നമ്മൾ സാൻഡിൽ സോക്ക് ചെയ്ത് വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല? വൈറ്റ് ഡെപ്പോസിറ്റ്സ് ഒന്നും കാണാൻ പാടില്ല. വെൻ ദേ അലൗഡ് ടു ഡ്രൈ. ഇനി ക്രഷിംഗ് സ്ട്രെങ്ത് ഷുഡ് നോട്ട് ഫോൾ ബിലോ 5.5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. നമ്മൾ ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് പറഞ്ഞല്ലേ? അപ്പോൾ ക്രഷിംഗ് സ്ട്രെങ്ത് നോക്കുമ്പോൾ അതിന്റെ വാല്യൂ 5.5 ന്യൂട്ടൺ പെർ mm സ്ക്വയറിൽ കുറയാൻ പാടില്ല. ഓക്കെ, ഇനി കുറച്ച് സിംഗിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പോലൊക്കെ എവിടെ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ. നമുക്ക് ഇവിടെ ഏത് പോർഷനിൽ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിസ്സലേനിയസ് ആയിട്ടൊരു ചെറിയ പോർഷനാണ്. നോക്കിയേ, ഡ്രൈ ബ്രിക്ക് യൂഷ്വലി എക്സ്പെക്റ്റഡ് ടു ഹാവ് എ വാട്ടർ കണ്ടന്റ് അബൌട്ട്. നമ്മളൊരു ഡ്രൈ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരു 6% വാട്ടർ കണ്ടന്റ് വേണം. നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പണിക്കാർ ചെയ്യുന്ന ഒരു ഹോസ് ഇട്ടിട്ട് നമ്മൾ ഈ വെള്ളം ഈ ബ്രിക്ക് ഇങ്ങനെ നനച്ചുകൊണ്ടേയിരിക്കും. അല്ല ചിലതൊക്കെ ആണെങ്കിൽ വലിയ ബാരലിനകത്ത് ബ്രിക്ക് മുക്കി വെക്കും. എന്തിനു വേണ്ടിയിട്ടാ? അപ്പോൾ അതിനൊരു മിനിമം പെർസെൻറ്റേജ് ഓഫ് വാട്ടർ കണ്ടന്റ് വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ബ്രിക്ക് ബേസ് ചെയ്ത് മോർട്ടാർ വെക്കത്തില്ലേ? മോർട്ടാർ വെക്കുമ്പോൾ മോർട്ടാറിലെ വെള്ളമെല്ലാം ഇത് വലിച്ചെടുത്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ആ മോർട്ടാർ വീക്കായി പോകും. ഓക്കെ, അത് കാരണം ഒരു മിനിമം പെർസെൻറ്റേജ് ഓഫ് വാട്ടർ കണ്ടന്റ് ബ്രിക്കിന് വേണം. എത്ര വരെ വേണം? അറൗണ്ട് 6% വാട്ടർ കണ്ടന്റ് നമ്മുടെ ബ്രിക്കിന് വേണം. ഇനി അടുത്തത് ചഫ്സ്. ചഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? CHUFFS. ചഫ്സ്, പഫ്സ് അല്ല, ചഫ്സ്. ചഫ്സ് എന്ന് വെച്ചാൽ എന്താ? ദ ഡീഫർമേഷൻ
The deformation of the shape of bricks caused by rainwater. Rainwater falling on hot bricks is known as tuff. നമ്മളൊരു ഹോട്ട് ബ്രിക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് റെയിൻ വാട്ടർ വീഴുവാണെങ്കിൽ അതിന് ഡീഫോർമേഷൻ ഉണ്ടാവും. അതിനാണ് എന്ത് പറയുന്നത്? ചഫ് എന്ന് പറയുന്നത്. റിലേറ്റീവ്ലി ഹൈ വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് ബ്രിക്ക് ഇൻഡിക്കേറ്റ്സ് ലോ സ്ട്രെങ്ത്. നമുക്ക് ഒത്തിരി ഹൈ വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒത്തിരി വെള്ളം ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. വെള്ളം ഫുള്ളും കുടിച്ചോട്ടേ ഇരിക്കുക. അപ്പൊ എന്താണ്? അവന് സ്ട്രെങ്ത് കുറവാണ്. ഓക്കെ. ഇനി സോയിൽ ഗുഡ് ഫോർ മേക്കിംഗ് ബ്രിക്ക്. ഇപ്പൊ 2-3 ടൈപ്പ് സോയിൽ തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ബ്രിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. ഇനി ജമ്പ് ബ്രിക്ക്. ജമ്പ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ ബേൺഡ് ബ്രിക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജമ്പ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഓവർ ബേൺഡ് ബ്രിക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജമ്പ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബ്രിക്കിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് തന്നെ അൺബേൺഡ് ബ്രിക്സ്, ബേൺഡ് ബ്രിക്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ അൺബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബേൺ ഒന്നും ചെയ്യാതെ സൺ ഡ്രൈഡ് ആയിട്ട് എടുക്കുന്ന ബ്രിക്സിനാണ് അൺബേൺഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യും? ടെമ്പററി ചീപ്പ് സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ അൺബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ വേറെ എവിടെ യൂസ് ചെയ്യത്തില്ല? നോട്ട് യൂസ്ഡ് അറ്റ് പ്ലേസസ് എക്സ്പോസ് ടു ഹെവി റെയിൻ. നല്ല മഴയുള്ള സ്ഥലങ്ങളിലൊന്നും, എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിലൊന്നും നമ്മൾ അൺബേൺഡ് ബ്രിക്സ് കൊടുക്കത്തില്ല. ഇനി ബേൺഡ് ബ്രിക്സ് ആണെങ്കിൽ തന്നെ അതിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ്. നമ്മൾ ട്രെയിനിലെ പോലെയൊക്കെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ് എന്നൊക്കെ നമ്മൾ ബേൺഡ് ബ്രിക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദേ ആർ ടേബിൾ മോൾഡഡ്. അത് സ്റ്റാൻഡേർഡ് ഷേപ്പിലായിരിക്കും, കിന്നിലായിരിക്കും പെയിൻ ചെയ്യുന്നത്. ഓക്കെ. അതിന്റെ സർഫസ്, എഡ്ജസ് ഒക്കെ എന്തായിരിക്കും? ഷാർപ്പ്, സ്ക്വയർ, സ്മൂത്ത്, സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി എന്താണ്? ഹാവ് ഓൾ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബ്രിക്സ്. അതിനെന്താണ്? ഗുഡ് ബ്രിക്കിന്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. സുപ്പീരിയർ വർക്ക്സിൽ അല്ലെങ്കിൽ പെർമനന്റ് നേച്ചറുള്ള വർക്ക്സിലൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതിന്റെ ഒരു സ്ട്രെങ്ത് കൂടെ വരുന്നുണ്ട്. അത് ഞാൻ ഒറ്റ സ്ലൈഡായിട്ട് എല്ലാത്തിൻ്റെ സ്ട്രെങ്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം ഒന്ന് നോക്കുക. ഇനി അടുത്ത എന്താ? സെക്കൻഡ് ക്ലാസ് ബ്രിക്സ്. സെക്കൻഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താ? ടേബിൾ മോൾഡഡ് അല്ല, അപ്പം ഗ്രൗണ്ട് മോൾഡഡ് ആയി. പക്ഷെ എന്താണ്? ബേൺഡ് ആൻഡ് കിന്നിൽ തന്നെയാണ് ബേൺ ചെയ്തെടുക്കുന്നത്. സർഫസ് കുറച്ച് റഫ് ആയിരിക്കും. ആണ് ഷേപ്പ് എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി ഇറഗുലർ ആയിരിക്കും. ബ്രിക്ക് വർക്ക് വിത്ത് കോട്ട് ഓഫ് പ്ലാസ്റ്റർ. അപ്പൊ ഇത് നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു കോട്ട് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ യൂസ് ചെയ്യാം. ഇനി അടുത്ത എന്താ? തേർഡ് ക്ലാസ് ബ്രിക്സ്. തേർഡ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? അത് ഗ്രൗണ്ട് മോൾഡഡ് ആണ്, ക്ലാമ്പിൽ ബേൺ ചെയ്താണ്. കിന്നിൽ ബേൺ ചെയ്തല്ല, ക്ലാമ്പിൽ ബേൺ ചെയ്ത. ക്ലാമ്പൊക്കെ ഓർക്കുന്നില്ലേ? ചുമ്മാ ചൂട്ടൊക്കെ വെച്ച് കത്തിക്കുന്ന പോലത്തെ. ഇനി നോട്ട് ഹാർഡ് വിത്ത് റഫ് സർഫസ്. അത് ഹാർഡ് അല്ല, അതിന് റഫ് സർഫസ് ഉണ്ട്, ഇറഗുലർ എഡ്ജസും ഉണ്ട്. ഓക്കെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റക്ക് ചെയ്യുമ്പോൾ ഒരു ഡൾ സൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ടെമ്പററി അൺഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സിലായിരിക്കും തേർഡ് ക്ലാസ് ബ്രിക്സ് നമ്മൾ യൂസ് ചെയ്യുക. അടുത്ത എന്താണ്? ഫോർത്ത് ക്ലാസ് ബ്രിക്സ്. ഫോർത്ത് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്താ? അത് ഓവർ ബേൺഡ് ആയിട്ടായിരിക്കും. സാധാ ഒരു ലെവലിലും ഓവർ ബേൺഡ് ആയിരിക്കും, ഇറഗുലർ ആയിരിക്കും, ഡാർക്ക് കളർഡ് ഒക്കെ ആയിട്ടുള്ളതാണ് എന്ത്? ഫോർത്ത് ക്ലാസ് ബ്രിക്സ്. ഇനി അടുത്തത് നമ്മൾ എന്താ? കംപ്രസീവ് സ്ട്രെങ്ത് പറയാം. IS 10719557 ആൻഡ് IS 10719557 അതിന്റെ കോഡ് സ്പെസിഫിക്കേഷൻസ് പറയുന്നത് കേട്ടോ. അപ്പോൾ കോഡ് സ്പെസിഫിക്കേഷൻസിൽ എന്തൊക്കെയാ പറയുന്നത്? 9557 ഓക്കെ. അപ്പോൾ അതിനകത്ത് ഇത് നോക്കിക്കോണേ, എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. ഞാൻ കറക്ഷൻ പറഞ്ഞുതരാവേ. ഓക്കെ. അപ്പോൾ എന്താണ് അതിന്റെ കോഡ് സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ബ്രിക്ക് വിത്ത് കംപ്രസീവ് സ്ട്രെങ്ത്. ഓക്കെ. നമുക്കൊരു ബ്രിക്കിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 140 kg/cm². നോക്കിയാൽ അവിടെ ന്യൂട്ടണിലല്ല, kg/cm² വന്നേക്കുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് 140 kg/cm²ലാണെങ്കിൽ നമുക്ക് അതിനെ AA ക്ലാസ് ഗ്രേഡ് പറയാം. അത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ആയിരിക്കും. ഇനി കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 105 ആണെങ്കിൽ അതിനെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയാം. ഗ്രേഡ് എന്തായിരിക്കും? A ആയിരിക്കും. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 105 മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. ഇനി അടുത്ത എന്താ? കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 70 kg/cm² ആണെങ്കിൽ 70 kg/cm² കൂടുതലാണ് കംപ്രസീവ് സ്ട്രെങ്ത് എങ്കിൽ നമുക്ക് തന്നെ സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയാം. അതെന്തായിരിക്കും? ഗ്രേഡ് B ആയിരിക്കും. ഇനി ബ്രിക്സ് വിത്ത് കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 35 kg/cm² ആണെങ്കിൽ നമുക്ക് അതിനെ എന്താണ്? ക്ലാസ് 3 അല്ലെങ്കിൽ തേർഡ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയാം. അതിന്റെ ഗ്രേഡ് എന്തായിരിക്കും? C ആയിരിക്കും. അപ്പൊ ഈ ഫസ്റ്റ് 100ന് മേളിൽ വരുന്ന രണ്ടെണ്ണം, 105ന് മേളിൽ വരുന്ന രണ്ടെണ്ണമാണ് എന്ത്? ഫസ്റ്റ് ക്ലാസ് വരുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ 140ക്ക് മേളിലാണെങ്കിൽ ക്ലാസ്, 105ന് മേളിലാണെങ്കിൽ A,
പിന്നാണെങ്കിൽ 70ക്ക് മേളിലാണെങ്കിൽ BA സെക്കൻഡ് ക്ലാസ്, 35ന് മേളിലാണെങ്കിൽ C തേർഡ് ക്ലാസ്. ഓക്കെ, ഓർക്കാലോ. ഇനി അടുത്തത് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ബ്രിക്സ്. ഓക്കെ, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 19/9/9 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നോമിനൽ സൈസ് എന്ന് പറയുമ്പോൾ എന്താ? നോമിനൽ നോക്കുക, എന്നിനടുത്ത് വരുന്ന ഒരാളാണ് M. അപ്പൊ നോമിനൽ സൈസ് എന്ന് പറഞ്ഞാൽ വിത്ത് മോർട്ടാർ വരുന്ന സൈസ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് സൈസ് നോമിനൽ സൈസോട് തെറ്റിപ്പോയില്ല. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ 19/9/9 നമ്മൾ കടയിൽ പോയി മേടിക്കുമ്പോൾ കിട്ടുന്ന സൈസ്. നോമിനൽ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് മോർട്ടാറോട് വരുമ്പോഴുള്ള സൈസ്. അപ്പൊ നോമിനൽ സൈസ് എന്ന് ഓർക്കുക, N M അടുത്ത് വരുന്നു. അപ്പം വിത്ത് മോർട്ടാർ സൈസ് ആണ്. അപ്പം 20/10/10 എന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ ട്രഡീഷണൽ ബ്രിക്സ്, നമ്മൾ സാധാരണ കാണുന്ന ട്രഡീഷണൽ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 23, 11.4, 7.6. ഓക്കെ, ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് 23, 11.4, 7.6 ആയിരിക്കും. ഇനി വെയിറ്റ് ഓഫ് 1 മീറ്റർ ക്യൂബ് ഓഫ് ബ്രിക്ക്, അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. 1800 കിലോഗ്രാം, അറൌണ്ട് 1800 കിലോഗ്രാം ആണ് 1 മീറ്റർ ക്യൂബ് ബ്രിക്കിൽ വരിക. ഓക്കെ, അല്ലെങ്കിൽ അത് റേഞ്ച് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. 1600 to 1920 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് റേഞ്ചിൽ ചോദിക്കുമ്പോൾ. ഇനി ബ്രിക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറൌണ്ട് 1.8 ആണ്. അഗ്രിഗേറ്റിന്റെ ഒക്കെ അറിയാലോ 2.7 ആണ്. ബ്രിക്കിന്റെ ആണെങ്കിൽ എത്രയാണ്? 1.8 ആണ്. ഇനി ആവറേജ് വെയിറ്റ് ഓഫ് ബ്രിക്ക്, ഒരു ബ്രിക്കിന് എത്ര വെയിറ്റ് വരും? ഒരു 3-3.5 കിലോ ഒക്കെ വെയിറ്റ് വരുന്നതാണ് എന്ത്? ആവറേജ് വെയിറ്റ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇനി BIS അനുസരിച്ചിട്ട് BIS 10771957 അനുസരിച്ചിട്ട് ദ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ഒരു മിനിറ്റ്, അത് പോയി, ഞാനത് മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു ഓക്കെ, അതൊരു 3.5 ന്യൂട്ടൺ പെർ mm² ആണ്. അത് ഫിഗർ ആഡ് ചെയ്തപ്പോൾ അതിന് അടിയിലായിപ്പോയി. ഓക്കെ, എത്രയാണ്? ആസ് പെർ IS 10771957 അനുസരിച്ചിട്ട് മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് 3.5 ന്യൂട്ടൺ പെർ mm² ആണ് മിനിമം. ഓക്കെ, ഇനി അടുത്തത് വയർ കട്ട് ബ്രിക്സ്. വയർ കട്ട് ബ്രിക്സ് എന്ന് പറയുമ്പം wire cut bricks is not placed into mold or compressed. ഇപ്പം മോൾഡിലൊന്നും വെച്ചല്ല. Instead, the machine presses the clay into long column and cuts into the size of brick. Okay, മെഷീൻ കട്ട് ചെയ്ത് ഒരു ലോങ് കോളം ആയിട്ട് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുന്ന ബ്രിക്സിനാണ് എന്ത് പറയുന്നത്? വയർ കട്ട് ബ്രിക്സ് എന്ന് പറയുന്നത്. വയർ കട്ട് ബ്രിക്സിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആവറേജ് വെയിറ്റ് വന്നിട്ടുണ്ട്, മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഈ 1800 കിലോഗ്രാം ആണ് 1 മീറ്റർ ക്യൂബിന്റെ വന്നിട്ടുണ്ട്. നോമിനൽ സൈസും സ്റ്റാൻഡേർഡ് സൈസും പണ്ടും ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, മാറ്റി മാറ്റി ചോദിക്കുന്നുണ്ട്. ട്രഡീഷണൽ ബ്രിക്സിന്റെ സൈസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലൈഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് 2 തവണ 3 തവണ വായിക്കുക. വായിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലാക്കി കയറിക്കുള്ളൂ. ഇത് ഒത്തിരി പാടുള്ള കാര്യമൊന്നുമല്ല. ഇനി അടുത്തത് ഫ്രോഗ്. ഈ ഫ്രോഗും എന്ന ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഏരിയ. അപ്പൊ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ വന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? എ സ്മോൾ റീസസ് ഓൺ ദ ടോപ്പ് സർഫസ് ഓഫ് ബ്രിക്ക് മെയ്ഡ് ബൈ യൂഷ്വലി എംബോസ്ഡ് വിത്ത് ദ ഇനീഷ്യൽസ് ഓഫ് കോൺട്രാക്ടർ. അത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമ്മൾ പേടിച്ചു. നമ്മളൊരു സ്മോൾ ഇംപ്രഷൻ ഓൺ ടോപ്പ് സർഫസ് എന്നാണ് ഫ്രോഗ് എന്ന് പഠിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിച്ചാലും എന്ത് എഴുതിക്കോളൂ? ആൻസർ ക്വസ്റ്റ്യന് കുറച്ച് ട്വിസ്റ്റ് ചെയ്തിടുക. ആൻസർ സിമ്പിൾ. ആരാണ്? ഫ്രോഗ് ആണ്. ഫ്രോഗ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഇനൻഡേഷൻ അല്ലെ ഒരു ഡിപ്രഷൻ, ടോപ്പ് ഫേസിൽ കൊടുക്കുന്ന ഒരു ഇനൻഡേഷൻ അല്ലെ ഡിപ്രഷൻ ആണ് ഫ്രോഗ് എന്ന് പറയുന്നത്. മെയ്ഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ഫോമിങ് എ കീ ഫോർ ദ മോട്ടാർ. നമ്മളൊരു മോട്ടാർ അതിനകത്ത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു കീ ആയിട്ട് ആക്ട് ചെയ്യുക. അതിനകത്താണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിക്കിൽ എന്ത് കൊടുക്കുന്നത്? ഫ്രോഗ് കൊടുക്കുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ വെയിറ്റ് ഓഫ് ബ്രിക്ക് ഓൾസോ. അപ്പൊ അതിന് എന്ത് ചെയ്യും? ഫ്രോഗ് കൊടുത്തു കഴിയുമ്പോൾ ബ്രിക്കിന്റെ വെയിറ്റും കുറച്ച് കുറയും. Is kept on top face while constructing wall so that mortar is filled properly. അപ്പം നമ്മൾ ഫ്രോഗ് മേളിൽ വരത്തക്ക വിധത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ബ്രിക്ക് പ്ലേസ് ചെയ്യുക. കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോകുമ്പോൾ നോക്കുവാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ബ്രിക്ക് ഒക്കെ ആണെങ്കിൽ അത് വെക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഫ്രോഗ് ഇതുപോലെ ഒരു ഫ്രോഗ് പോലൊക്കെയാണ് അത് വെക്കുന്നത്. എങ്ങനെയായിരിക്കും? ആ ഫ്രോഗ് എന്നുള്ളത് ടോപ്പിൽ വരത്തക്ക വിധത്തിലായിരിക്കും വെക്കുന്നത്. ഇനി എന്താ? പല്ലറ്റ് ബോഡി ഈസ് യൂസ് ടു മേക്ക് ഫ്രോഗ് ഇൻ ദ ബ്രിക്ക്. അപ്പൊ എന്താണ്? ബ്രിക്ക് എന്താണ്? നമുക്ക് ഒരു ബ്രിക്കിനകത്ത് നമ്മൾ ആ ഫ്രോഗ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോർഡിന്റെ പേരാണ് എന്ത്? പല്ലറ്റ് ബോർഡ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ബ്രോക്കൺ ബ്രിക്ക് അഗ്രിഗേറ്റ്. നമ്മളിപ്പോൾ ഈ ബ്രിക്ക് ഒക്കെ നമുക്ക് ബേസ്ഡ് ആയിട്ടും ഒക്കെ അല്ലെങ്കിൽ ബ്രോക്കൺ ബ്രിക്ക് ആയിട്ടും ഒക്കെ അവൈലബിൾ അല്ലെ? അപ്പൊ ഈ ബ്രോക്കൺ ബ്രിക്ക് അഗ്രിഗേറ്റ് ആയിട്ട് കിട്ടും. നമ്മൾ എന്താ നമ്മുടെ അഗ്രിഗേറ്റ്സ് ഇല്ലേ, കോഴ്സ് അഗ്രിഗേറ്റ്, അതുപോലെ ആ ഒരു സൈസിലൊക്കെ ബ്രോക്കൺ ബ്രിക്ക് അഗ്രിഗേറ്റ് കിട്ടും. അപ്പൊ അതെങ്ങനെയാണ് കിട്ടുന്നത്? ക്രഷിംഗ് വേസ്റ്റ് ബ്രിക്സ് ക്രഷ് ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പം എന്താ? സച്ച് അഗ്രിഗേറ്റ് ഈസ് യൂസ്ഡ് ഇൻ കോൺക്രീറ്റ് ഫോർ ദ ഫൗണ്ടേഷൻ ഇൻ ലൈറ്റ് ബിൽഡിംഗ്.
അപ്പോൾ എന്താണ് ലൈറ്റ് ബിൽഡിംഗിൽ ഫൗണ്ടേഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും വോക്ക് വേസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യാം, ഈ ബ്രോക്കൺ ബ്രിക്ക് അഗ്രിഗേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഡെൻസിറ്റി ലെസ്, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഡെൻസിറ്റി ലെസ് ആണ്. കോഴ്സ് അഗ്രിഗേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറവാണ്. ലൈറ്റ് വെയ്റ്റ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്ലോർസ്, അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നിടത്ത് അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതെന്ത് യൂസ് ചെയ്യാം, നമ്മുടെ ഈ ബ്രോക്കൺ ബ്രിക്ക് അഗ്രിഗേറ്റ് കൊണ്ട് യൂസ് ചെയ്യാം. അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 1600 kg/m³ ടു 2000 kg/m³ ആണ് എന്ത്, ഈ ബ്രോക്കൺ ബ്രിക്ക് അഗ്രിഗേറ്റിന്റെ എന്ത് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെൻസിറ്റിയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, PSC അല്ല SSCO അങ്ങനെ എന്തോ ഒരു എക്സാമിന് കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത എന്താ, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രിക്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഇതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ എന്താ, ബുൾനോസ് ബ്രിക്ക് കണ്ടോ, ഇവിടെ ഇങ്ങനെ ബുൾനോസ് പോലെ ഇരിക്കും. അപ്പോൾ അതിനാണ് ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഒരു റൗണ്ട് ആംഗിൾ ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് റൗണ്ടഡ് കോയിനായിട്ട് വരുന്ന സ്ഥലത്തൊക്കെയാണ് ഈ ബുൾനോസ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചില വീടിൻ്റെ ഒക്കെ നോക്കിയാൽ കാണാം, അതിൻ്റെ കോർണർ ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ റൗണ്ടഡ് കോയിൻ, ചില മതിലുകളൊക്കെ ഇങ്ങനെ വളച്ചു വെക്കും. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈ ബുൾനോസ് ബ്രിക്സ് യൂസ് ചെയ്യാം. കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ പഠിക്കുന്ന ടൈമാണ് കോയിൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പറയാം. കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ കണക്ഷൻ വിച്ച് ഈസ് ഫോംഡ് വെൻ എ വോൾ ടേക്സ് എ ടേൺ ഈസ് നോൺ ആസ് കോയിൻ. കണ്ടോ, ഇപ്പോൾ ഈ വോൾ ഇങ്ങനെ വരിക, അത് ഇങ്ങോട്ടൊരു ടേൺ ചെയ്യുക, അപ്പോൾ ആ കണക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, കോയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്, ചാനൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചാനൽ ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്താ, അത് ബ്രിക്ക് മോൾഡ് ചെയ്തേക്കുന്നത് ഒരു ഗട്ടർ അല്ലെങ്കിൽ ചാനലിന്റെ ഷേപ്പിലാണ്. കണ്ടോ, അത് മോൾഡ് ചെയ്തേക്കുന്നതിന് ഒരു ഗട്ടർ അല്ലെങ്കിൽ ചാനലിന്റെ ഷേപ്പിലാണ്. അത് ഡ്രെയിൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമ്മൾ റൂഫിന്റെ സൈഡിലൊക്കെ ഡ്രെയിൻ പോലൊക്കെ വേണമെങ്കിൽ ഈ ഗട്ടർ ചാനൽ ബ്രിക്സ് യൂസ് ചെയ്യാം. ഇനി അടുത്ത എന്താ, കോപ്പിംഗ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതെന്താണ്, ഈ ഫിഗർ കണ്ടാലേ നമുക്കറിയത്തില്ലേ. കോപ്പിംഗ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കോയിനും കോപ്പിങ്ങും ഒക്കെ കോർണേഴ്സ് അങ്ങനെ കുറച്ച് ടൈപ്സ് ഉണ്ട്, അതൊന്നും മാറിപ്പോയില്ല. കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മേഡ് ടു സ്യൂട്ട് ദ തിക്നെസ് ഓഫ് വോൾ, എന്താണ് നമ്മുടെ തിക്നെസ് ഓഫ് വോളിനെ സ്യൂട്ട് ചെയ്തുണ്ടാക്കുന്നതാണ് കോപ്പിംഗ് ബ്രിക്സ്. അപ്പോൾ എന്താണ്, ഒരു കോപ്പിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് 3-4 ഷേപ്പിലുണ്ട്, ചാംഫെഡ് ഷേപ്പ് ഉണ്ട്, ഹാഫ് റൗണ്ട് ഷേപ്പ് ഉണ്ട്, ഒരു സാഡിൽ ബാക്ക് ബ്രിക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ എന്താണ്, മേഡ് ടു സ്യൂട്ട് ദ തിക്നെസ് ഓഫ് വോൾ, നമ്മൾ ഈ മതിലിൻ്റെ ഒക്കെ മുകളിലൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തിട്ട് തന്നെ വെള്ളം ഇറങ്ങത്തില്ല, ഈ വെള്ളമൊക്കെ ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. അതാണ് കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത എന്താണ്, കൗനോസ് ബ്രിക്ക്. ബുൾനോസ് കണ്ട് നമ്മൾ കഴിഞ്ഞു, ഒറ്റ ആംഗിൾ ഉള്ളു അല്ലേ. അപ്പൊ ഈ കൗനോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബ്രിക്ക് മൗൾഡഡ് വിത്ത് എ ഡബിൾ ബുൾനോസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ എന്നാ പറയും, കൗനോസ് ബ്രിക്ക് എന്ന് പറയാൻ പറ്റും. ഓൺ എൻഡ് ഈസ് നോൺ ആസ് കൗനോസ് ബ്രിക്ക്, അതിൻ്റെ ഒരു 1 എൻഡിൽ 2 ബുൾനോസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കൗനോസ് ബ്രിക്ക് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ഒരു ടൈപ്പ് ബ്രിക്ക് ആണ്, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കൗനോസ് ബ്രിക്ക് വിത്ത് ഡബിൾ ബുൾനോസ് ആണ് കൗനോസ്. ഇനി കർവ്ഡ് സെക്ടർ ബ്രിക്സ് കണ്ടോ, ഇങ്ങനെ കർവ്ഡ് ആയിട്ടിരിക്കും. അപ്പൊ എന്താണ്, ഒരു കർവ്ഡ് സെക്ടറിന്റെ ഷേപ്പിലായിരിക്കും. നമ്മൾ ബ്രിക്ക് മേസണറി പില്ലേഴ്സില് ചിമ്മിനീസില് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താണ്, പെർഫറേഷൻസ് മേ ഇൻ റെഗുലർ ഷേപ്പ്, ഒരു നമുക്ക് റെഗുലർ ഷേപ്പിൽ പെർഫറേഷൻസ് ഒക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പം വാട്ടർ അബ്സോർപ്ഷൻ ആഫ്റ്റർ ഇമേഷൻ ഫോർ 24 hours ഇൻ വാട്ടർ ഷുഡ് നോട്ട് എക്സിഡ് 15% ബൈ വാട്ടർ. അപ്പോൾ വാട്ടർ എന്താണ് 24 hours 15% കൂടാൻ പാടില്ല. കംപ്രസീവ് സ്ട്രെങ്ത് ഒരു 7 Newton/mm² എന്താണ് കുറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ കർവ്ഡ് സെക്ടർ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മേസണറി പില്ലേഴ്സിൽ ചിമ്മിനീസിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കർവ്ഡ് സെക്ടർ എന്ന് എഴുതാമെന്നുള്ളൂ. സെക്ടർ ഷേപ്പിൽ ഏത് വരും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനി അടുത്ത എന്താ, ഹോളോ ബ്രിക്സ് എന്ന് വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, തെർമൽ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാനാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ തന്നെ സെല്ലുലാർ അല്ലെങ്കിൽ ക്യാവിറ്റി ബ്രിക്ക് എന്ന് പറയാം. ഇതിൻ്റെ വോൾ തിക്നെസ് എന്ന് പറയുന്നത് അറൗണ്ട് 20 to 25 ആയിരിക്കത്തില്ല, സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. 20 to 25 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ വോൾ തിക്നെസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്, ഒരു സ്പെഷ്യൽ ഹോമോജീനിയസ് ക്ലേ ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുക. അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 1/3 ഓർഡിനറി ബ്രിക്ക് ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്പീഡായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ എന്താണ്, ഹീറ്റ് ട്രാൻസ്മിഷൻ കുറവായിരിക്കും, വെളിയിലത്തെ ഹീറ്റിനെ അത്ര അകത്തോട്ട് കടത്തി വിടത്തില്ല. സൗണ്ടിനെ ഡാമ്പൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഒത്തിരി സൗണ്ട് ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മളിത് ബ്രിക്ക് പാർട്ടീഷനിങ്ങിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വലിയ വെയിറ്റ് വരാത്ത ലോഡ് ബിയറിംഗ് വോൾ അല്ലാതെ പാർട്ടീഷനിങ് വോൾസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ നമ്മളിപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് എന്ത്, പേവിംഗ് ബ്രിക്ക്. പേവിംഗ് ബ്രിക്ക് എന്ന് പറയുമ്പം മെയ്ഡ് ഫ്രം ക്ലേ വിത്ത് ഹൈ പെർസെൻറ്റേജ് ഓഫ് അയൺ. കണ്ടോ, ഇതിന് നല്ല കളർ വേണം അല്ലേ. അപ്പോൾ ഇതെന്താണ്, അയൺ കണ്ടന്റ് കൂടുതലുള്ള ടൈപ്പ് ബ്രിക്കാണ്. അപ്പം
എക്സസ് അയൺ ഉണ്ടെങ്കിൽ വിട്രിഫൈസ് ദ ബ്രിക്ക് അറ്റ് ലോ ടെമ്പറേച്ചർ. എക്സസ് അയൺ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? അത് ബ്രിക്കിനെ ലോ ടെമ്പറേച്ചറിൽ വിട്രിഫൈ ചെയ്യും. പിന്നെന്താണ്, ഇതിന് അബ്രാസീവ് ആക്ഷൻ ഓഫ് ട്രാഫിക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചില റോഡുകളിലൊക്കെ അതായത് ഈ പെട്ടെന്ന് തകർന്നു പോകാൻ ടൈപ്പുള്ള റോഡുകളിലൊക്കെ ചിലപ്പോൾ ഇത് ചില സ്ട്രെച്ചുകൾ മാത്രം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ചിലയിടത്തൊക്കെ പോകുമ്പോൾ നോക്കിയാൽ മതി. ഈ പെട്ടെന്ന് ഈ എന്താണ് സോയിലൊക്കെ അത്ര വീക്കായ സ്ഥലങ്ങളിലോ അങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് എന്താ കുഴി വരും, പോട്ട് ഹോൾസ് വരാൻ ചാൻസ് ഉള്ളിടത്തൊക്കെ ചിലയിടത്തൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ചില സ്ട്രെച്ചുകളിൽ മാത്രം. ഓക്കെ. അപ്പൊ അതിന് അബ്രാസീവ് ആക്ഷൻ ഓഫ് ട്രാഫിക് റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു എന്താണ് പൊട്ടൻഷ്യൽ ഉണ്ട്. പ്ലെയിൻ അല്ലെങ്കിൽ ചെപ്ഡ് പ്രൈവിംഗ് ബ്രിക്സ് ആക്ട് ഒക്കെ ഇത് കാണാറുണ്ട്. ഇനി അടുത്ത എന്താണ്? പെർഫോറേറ്റഡ് ബ്രിക്സ്. പെർഫോറേറ്റഡ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ ബ്രിക്ക് പാനൽസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പെർഫോറേറ്റഡ് ബ്രിക്സ് യൂസ് ചെയ്യാം. ലൈറ്റ് വെയിറ്റ് സ്ട്രക്ചറുകളിൽ യൂസ് ചെയ്യാം. മൾട്ടി സ്റ്റോറീഡ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് 7 Nm² കുറവാൻ പാടില്ല. ഓക്കെ, അത് ചോദിച്ചിട്ടുണ്ട്. പെർഫോറേറ്റഡ് ബ്രിക്സിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഓക്കെ, അപ്പൊ നമ്മൾ പെർഫോറേറ്റഡ് ബ്രിക്സ് ആണെങ്കിലും പിന്നെ എന്താണ് വേറൊരു ബ്രിക്സ് നമ്മൾ പഠിച്ചു, കേർഡ് സെക്ടർ ബ്രിക്സ് ആണെങ്കിലും അതിന്റെ ഒക്കെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയിൽ കുറയാൻ പാടില്ല? 7 Nm² കുറയാൻ പാടില്ല. അടുത്തത് ഫോർ സ്റ്റെറൈറ്റ് ബ്രിക്സ്. ഫോർ സ്റ്റെറൈറ്റ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികം ചോദിച്ചിട്ടില്ല, ഓപ്ഷനകത്തൊക്കെ വന്നിട്ടേ ഉള്ളൂ. അതൊരു കൈൻഡ് ഓഫ് റിഫ്രാക്ടറി ബ്രിക്ക് ആണ്. ഓക്കെ, ഫർണസ് ആപ്ലിക്കേഷനായിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു റിഫ്രാക്ടറി ബ്രിക്സ് ആണ്. റിഫ്രാക്ടറി എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ഫർണസ്, മഫിൾ ഫർണസ് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ അങ്ങനെ ഒരു റിഫ്രാക്ടറി ബ്രിക്ക് ആണ് ഫോർ സ്റ്റെറൈറ്റ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് എന്ത്? റിഫ്രാക്ടറി ബ്രിക്സ്. ഫർണസ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഫോർ സ്റ്റെറൈറ്റ് ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം ഗുഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്. അപ്പൊ അതിനെന്താണ് അതിന് നല്ല ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്, നല്ല കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ട്, നല്ല സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, മിക്കവാറും നിങ്ങളുടെ ഓപ്ഷനിലൊക്കെ ആയിരിക്കും ഇതിൽ റിഫ്രാക്ടറി ബ്രിക്ക് ഏതാണ് അങ്ങനെയൊക്കെ വേണം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എടുക്കുക? ഫോർ സ്റ്റെറൈറ്റ് ബ്രിക്സ് എടുക്കുക. ഇനി അടുത്ത എന്താ? സ്ക്വിൻഡ് ബ്രിക്സ്. സ്ക്വിൻഡ് ബ്രിക്സ് കണ്ടോ? ഈ ബ്രിക്സ് നോക്കിയേ, ദേ ഹാവ് വേരിയസ്ലി ആംഗിൾഡ് എൻസ്. ഇതിന്റെ ആംഗിൾ നോക്കിയാൽ ഈ ഒരു എൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ എൻസിന്റെ ആംഗിളും ഈ എൻഡിന്റെ ആംഗിളും നോക്കിയാൽ വേരിയസ് ആംഗിൾ 90 അല്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആംഗിളാണ് നമ്മൾ എന്ത് പറയുക? സ്ക്വിൻഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് അറൌണ്ട് 45 ആകാം, 30 ആകാം, 60 ആകാം. ഓക്കെ, നമ്മൾ വോളിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്കിപ്പോൾ ഒരു ഒക്ടഗണൽ ഷേപ്പോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വിൻഡ് ബ്രിക്സ് ഈ കോയിൻ സൈഡിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് റിഫ്രാക്ടറി ബ്രിക്സ്. റിഫ്രാക്ടറി ബ്രിക്സിൽ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. റിഫ്രാക്ടറി ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈനിങ് ഓഫ് ഫർണസ്. നമ്മൾ എന്തെങ്കിലും മെൽറ്റ് ചെയ്യുന്ന ഫർണസുകളിലൊക്കെ യൂസ് ചെയ്യാം, എന്തെങ്കിലും കമ്പഷൻ ചേമ്പറുകളിലൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ സ്പെഷ്യലി ഡിസൈൻഡ് ബ്രിക്സ് ആയിരിക്കും. അപ്പൊ അതിന് എന്തൊരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും? ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റ് ചെയ്യാൻ, നല്ല കെമിക്കൽ എൻവയോൺമെന്റിൽ നിൽക്കാനുള്ള ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ നല്ല മെക്കാനിക്കൽ സ്ട്രെസ് താങ്ങാനുള്ള ഒരു പ്രോപ്പർട്ടി ഒക്കെ ഈ റിഫ്രാക്ടറി ബ്രിക്സ് അല്ലെങ്കിൽ ഫയർ ബ്രിക്സിന് ഉണ്ടായിരിക്കും. ഓക്കെ, they are used in different industries like cement industry, glass industry, ceramic industry, petrochemical industry. ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് റിഫ്രാക്ടറി അല്ലെങ്കിൽ ഫയർ ബ്രിക്ക് എന്ന് എഴുതുക. ഫയർ ബ്രിക്സ് ആർ ഓൾവേസ് സെറ്റ് ഇൻ എ മോർട്ടാർ ഓഫ് ഫയർ ക്ലേ. ഓക്കെ, ഒരു ഫയർ ക്ലേ മോർട്ടാറിലാണ് അത് സെറ്റ് ചെയ്തെടുക്കുന്നത്. യൂസ്ഡ് ഫോർ ഡിക്രീസിങ് ഹീറ്റ് ഫ്ലോ. അതായത് ഈ ഫർണസിലൊക്കെ നല്ല ചൂടായിരിക്കത്തില്ലേ, ആ ഹീറ്റ് ഫ്ലോ വെളിയിലോട്ട് വരല്ലേ. ഓക്കെ, അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്ത് അവിടെ തന്നെ നിർത്തുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിഫ്രാക്ടറി ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബ്രിക്കിന്റെ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഡാമേജസുകൾ കുറച്ചുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുള്ള ബ്ലോട്ടിംഗ് ഓഫ് ബ്രിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ബ്ലോട്ടിംഗ് ഓഫ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പോഞ്ചി സ്വള്ളൻ മാസ് ഓവർ ദ സർഫസ്. ഈ ബ്രിക്കിന്റെ സർഫസിൽ ഒരു കണ്ടോ സ്പോഞ്ചി സ്വള്ളൻ ആയിട്ടുള്ള മാസുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബ്ലോട്ടിംഗ് എന്ന് പറയാം. അത് എന്ത് കാരണം ഉണ്ടാകുന്നത്? അപ്പം ബ്ലോട്ടിംഗ് ഒക്വേഴ്സ് ഡ്യൂ ടു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് നോട്ട് ഒക്വേഴ്സ് ഡ്യൂ ടു എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം. അപ്പം ബ്ലോട്ടിംഗ് ക്യാൻ കോസ് ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് കാർബണേഷ്യസ് മാറ്റർ. ഒത്തിരി കാർബണേഷ്യസ് മാറ്റർ ഉണ്ടെങ്കിൽ, ബ്രിക്കിൽ സൾഫർ ഉണ്ടെങ്കിൽ, ബ്രിക്കിൽ എന്തെങ്കിലും ഗ്യാസ് ഫോം മെറ്റീരിയൽ ഉണ്ടാകുന്നെങ്കിലൊക്കെ ബ്ലോട്ടിംഗ് ഉണ്ടാകാം. അല്ലെങ്കിൽ ബാഡ് ബേണിംഗ് അല്ലെങ്കിൽ റാപ്പിഡ് ഫയർ കാരണം ബ്ലോട്ടിംഗ് ഉണ്ടാകാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാവേ. Okay, thank you.